ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കപ്പിന് ഞാൻ 2 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ ഗോതമ്പൊടി എടുക്കുന്നത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ, 2 കപ്പ് ഗോതമ്പൊടിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചോറ് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാവെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ തികയത്തില്ല കേട്ടോ. അപ്പോൾ വെള്ളം ആദ്യം ഒന്ന് കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒത്തിരി ലൂസായിപ്പോയി വീണ്ടും മാവ് ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നോക്കി വേണം വെള്ളം ചേർക്കാൻ. ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ തേങ്ങയും ചോറും ഒക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ ആ പരുവത്തിന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ മാവ് ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ രാത്രിയിൽ വേണം നമുക്കിത് അടിച്ച് വെക്കാൻ. മാവ് അടിച്ച് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ച് ഉഴുന്നുപരിപ്പ് ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. വെജിറ്റബിൾസ് ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുത്ത് ആ ഇഞ്ചിയുടെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ ഒന്ന് ഇഞ്ചി മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ആ പരുവം വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് എരിവ് ആയാൽ ആ രുചി കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കറി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറി ലീഫൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ വേണം നല്ലൊരു മണം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കറി ലീഫൊക്കെ ഇടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് വെന്തുടഞ്ഞു പോവുകയൊന്നും വേണ്ട. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടെ. വളരെ ടേസ്റ്റിയാണ്, കാണാനും കഴിക്കാനൊക്കെ നല്ല രസമായിട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഈ സമയം ചേർത്ത് കൊടുക്കുക. കാരണം മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടുന്ന. അരി നമ്മുടെ ദോശമാവൊക്കെ അരച്ച് വെക്കുന്ന പോലെ ഒത്തിരി അങ്ങ് പൊങ്ങി വരത്തൊന്നുമില്ല കേട്ടോ. എന്നാലും മാവ് നല്ലപോലെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കലക്കിയതിന് ശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അരിപ്പൊടി ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സാക്കി വഴറ്റി വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട്.
നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഓയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് ഓയിൽ ഒഴിക്കാതെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ പാന് ചൂടായതിന് ശേഷം നമുക്ക് ചെറിയൊരു തവി കൊണ്ട് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ പറ്റും, ഇതിൽ ബബിൾസൊക്കെ വന്നിങ്ങനെ പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 മിനിറ്റോളം നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. ഓയിലൊന്നും ഒരുപാട് നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വീർത്ത് വരും. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെ യാതൊന്നും ചേർത്തിട്ടില്ല. ഈ സമയം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട്, ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതുപോലെ തന്നെ കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള കുഴിപ്പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല, എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ വല്ല ചട്നി എല്ലാം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 വശവും നല്ലപോലെ മൊരിയിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള കുഴിപ്പണിയാരമാണ് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഗോതമ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇതിൽ ചേർത്തില്ല എങ്കിൽ അകത്ത് ഒരു വല്ലാഴിക കാണുമല്ലോ, എത്ര വെന്തെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുക. അപ്പോൾ അരിപ്പൊടി നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള കുഴിപ്പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാന്ന് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.